ഹായ് ഗൈസ്, വെൽക്കം ടു മൈ വ്ലോഗ്. അപ്പോൾ ഇന്ന് ക്ലിയറായിട്ട് പറയാനുള്ളത് നമ്മളെ ഈഗിൾ ഗെയിമിൻ്റെ ഇഷ്യൂ എന്നാണെങ്കിൽ പറയാം. അല്ല, അത് ഈഗിൾ ഗെയിമിൻ്റെ ഇഷ്യൂ അല്ല. ആക്ച്വലി ഇത് നമ്മുടെ മൊത്തം മലയാളികളുടെയോ അല്ലെങ്കിൽ തമിഴിൻ്റെയോ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ആൾക്കാരെ പറയാനില്ല, മൊത്തത്തിലുള്ള ഇഷ്യൂവാണ്. നമ്മുടെ അമ്മ പെങ്ങന്മാരുടെയൊക്കെ വീഡിയോസ് ഡീപ്പ് ഫേക്ക് ചെയ്തിട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ പോരത്തേന് ഈ കൊച്ചു ചെക്കന്മാർക്ക് തന്നെ ഇപ്പോൾ തന്നെ അമ്മ പെങ്ങൾ എന്നുള്ളൊരു വകഭേദമില്ല. ആ രീതിക്ക് അവർക്ക് എന്താ കാണിച്ച് കൂട്ടുന്നതെന്നോ അല്ലെങ്കിൽ എന്തിനാ ഇത്രയും സെക്ഷ്വലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്നോ അല്ല സെക്ഷ്വലി എന്ത് ചെയ്യണമെന്ന് അവർക്ക് പിടുത്തമില്ല. പിന്നെ സ്വന്തം അമ്മയുടെയും പെങ്ങന്മാരുടെയും വീഡിയോസ്, അതും എനിക്ക് തന്നെ പറയാൻ തന്നെ നല്ല പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എത്ര ഫ്രണ്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു ആങ്ങളെ പോലെ കാണുന്ന കൊച്ചു ചെറുക്കനായിരിക്കും, അവൻ പോലും നമ്മളെ പെങ്ങന്മാരെയോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യേനെയോ അവൻ പറയുന്നത് എൻ്റെ ചേച്ചി ആയിരിക്കും എന്നാണ് പറയുക. പക്ഷേ ചേച്ചിയാന്ന് പറഞ്ഞിട്ട് അവൻ ഏത് രീതിക്ക് കണ്ണിലെ കാണുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ കാമത്തിൻ്റെ കണ്ണോട് കൂടി മാത്രം കാണുക. ഈഗിളിൻ്റെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് ക്ലിയറായിട്ട് എവറിത്തിങ്. അതിന് നമ്മുടെ സൊസൈറ്റി തന്നെ ഉണരണം. അപ്പോൾ ഞാൻ പറയുന്നത്, വയസ്സിന് മൂത്തവരാർക്ക് എത്ര പേര് നമുക്ക് സ്വന്തം അനിയന്മാരുടേതോ അല്ലെങ്കിൽ മക്കളുടെ ഫോൺസ് നമ്മൾ എത്ര പേര് ചെക്ക് ചെയ്യുന്നുണ്ടാവും? ആരും ചെക്ക് ചെയ്യില്ല. ഇത് എടുത്തു കഴിഞ്ഞാൽ പറയാം എൻ്റെ പ്രൈവസിയിൽ എന്തിനാണ് കൈ കിടക്കുന്നത്? പ്രൈവസി കാണണം, നിങ്ങൾക്ക് പ്രൈവസി ഇല്ലെന്ന് പറയണില്ല, പ്രൈവസി കാണും. ബട്ട് ദ കണ്ടന്റ് യു ആർ വാച്ചിങ്, ദ കണ്ടന്റ് യു ആർ സ്റ്റഡിങ്, അതിൽ മാറ്ററാണ്. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഒരു കണ്ടൻറ്റ് മോശമായിട്ടുള്ളൊരു കണ്ടൻറ്റാണ് പഠിക്കുന്നതെങ്കിലോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള കണ്ടൻറ്റിലേക്കാണ് പോകുന്നത്, മോശമായിട്ടുള്ളൊരു കൂട്ടുകെട്ടിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിലോ അത് തെറ്റാണെന്ന് പറഞ്ഞു തരാൻ മൂത്തവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. പിന്നെ തെറ്റാണെന്ന് പറഞ്ഞു തന്നാൽ അത് മനസ്സിലാക്കാനുള്ളതും കൂടെ വേണം. എക്സാമ്പിൾ, ഇറ്റ്സ് വെരി സാഡ് ടു സേ, എനിക്ക് പറയണമെന്ന് ആഗ്രഹമില്ലായിരുന്നു, എന്നാലും ഇപ്പോൾ പറഞ്ഞേ പറ്റത്തുള്ളൂ. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്, ഞാനൊരു ക്ലീനിങ് കമ്പനിയാണ് ഇട്ടേക്കുന്നത്. ഞാൻ ക്ലീനിങ് കമ്പനി ഇട്ടേക്കുന്നത്, വേറൊരു ക്ലീനിങ് കമ്പനി ഞാൻ ജോലിക്കും പോകാറുണ്ട്, ഇപ്പോഴും പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ കമ്പനിക്ക് സ്വന്തമായിട്ട് വർക്കില്ലെങ്കിൽ ഞാൻ എൻ്റെ എന്താ പറയുക, ഇതിൻ്റെ ശരി അല്ലെങ്കിൽ എൻ്റെ ഒരു രീതിക്ക് ഞാൻ പോകുന്നുണ്ട്. പണിക്ക് വിളിച്ച് ഞാൻ പണിക്ക് പോകും, പണി സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുന്നതിൽ അയാളുടെ പയ്യൻ്റെ പേര് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നേ ഇല്ല. അപ്പോൾ അവൻ ഞങ്ങളുടെ ഒരിക്കലിടയ്ക്ക് എനിക്ക് കാണിച്ചു തന്നത്, എൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ചെക്കന്മാർ ആ പയ്യൻ്റെ ഫോൺ പിടിച്ച് വാങ്ങിച്ച് ഫോണിൻ്റെ ഇൻസൈഡ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അതിൽ കണ്ട വീഡിയോസ്, ഒരു പെൺകുട്ടി ബസ്സിലിരിക്കുന്നു, ആ പെൺകുട്ടിയുടെ മാറിടത്തിൻ്റെ വീഡിയോസ് അവൻ എടുത്തുകൊണ്ട് നിൽക്കുക. നിയർലി 1 hour, ഒരു 3/4 മണിക്കൂറോളം ആ വീഡിയോ തന്നെ ഉണ്ട്. അത് മാത്രമല്ല, റോഡിൽ കൂടെ പോകുന്ന ചേച്ചിമാരുടേത്. അവന് ഇറ്റ്സ് ലൈക്ക് ഇൻട്രോവേർട്ട്, അടുത്ത് സംസാരിക്കാത്തൊരു പയ്യനാണ്. സംസാരിക്കാനോ നിൽക്കത്തില്ല, ഒരു കാര്യം പറഞ്ഞ് ചെയ്യില്ല, ഭയങ്കര സ്ലോ ആയിട്ടുള്ള. പക്ഷേ അവൻ്റെ വീഡിയോസ് ഫോണിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ കണ്ടപ്പോഴത്തേക്കും നമ്മൾ നെട്ടിപ്പോയി. ഇവൻ ഇങ്ങനെയുള്ളൊരു പയ്യനായിരുന്നു എന്ന് വരെ ഞങ്ങൾ ചിന്തിച്ചു പോയി. അപ്പോൾ നമ്മുടെ കൂടെ നടക്കുന്നവരിൽ പോലും എത്ര പേര് അങ്ങനെ ഉണ്ട്, എത്ര പേര് അങ്ങനെയല്ല എന്ന് പോലും ഇപ്പം പറയാൻ പറ്റാത്തൊരവസ്ഥ. ആൻഡ് മോസ്റ്റ്ലി ഇപ്പോൾ ഒരുപാട് മുമ്പൊക്കെ നമ്മുടെ ഐ തിങ്ക് ഒരു 90s കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേർ വാസ് ഒരു സ്റ്റോറീസ്, സെക്സ് സ്റ്റോറീസ് അങ്ങനെയുള്ള സംഭവങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് മുത്തുച്ചിപ്പി ഫയർ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ മൾട്ടിമീഡിയ കുറച്ചുകൂടി ഇതായി, മീഡിയാസും ഒരുപാട് ഇതായി, സോഷ്യൽ മീഡിയാസ് ഒരുപാട് ഇതായി. അതിൻ്റെ മേളിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ ആപ്ലിക്കേഷൻസ്, ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻസ്, സൈറ്റ്സ്, വെബ് സെർച്ചിങ് അങ്ങനെ ഒരുപാടായിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാത്തിലുമുള്ള ഒരു കുറച്ചൊരു റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും, കുട്ടികളെ ചെറുതിലേ മുതൽ തന്നെ അവർക്ക് കിട്ടുന്നതും ഇപ്പം സ്റ്റെപ്പ് മോം അങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് ഇപ്പോൾ അവൈലബിളാണ്. ഓൺലൈനിൽ വീഡിയോസും കണ്ടൻസും അവൈലബിളാണ്. അപ്പോൾ ആ രീതിക്ക് വരുമ്പോഴത്തേക്കും അവരുടെയൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ആകുന്നുണ്ട് അതിലേക്ക്. പിന്നെ ഈ സെക്സ് എന്ന് പറയുന്ന സാധനം കുട്ടികൾക്ക് ചെറുതിലേ അതിന് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് പറയുന്നതിന് കാരണം പറഞ്ഞാൽ അറിയാത്ത കാര്യങ്ങൾ അറിയുമ്പോഴത്തേക്കും കുട്ടികൾ അതിലേക്ക് കുറച്ചുകൂടെ ഇൻഫ്ലുവൻ്റ് ആവും. അപ്പോൾ അത് മാക്സിമം നമ്മുടെ പാരൻസ് തന്നെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. മടി കാണിക്കരുത്. എന്താണ് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതെന്നുള്ള മടി കാണിക്കരുത്, പറഞ്ഞു തന്നെ കൊടുക്കുക. ഇതിപ്പോൾ ഒരു അവയർനെസ് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ എടുക്കാം. ഇപ്പോൾ എൻ്റെ വീഡിയോ എന്തായാലും എനിക്ക് 600 സംതിങ് സബ്സ്ക്രൈബേഴ്സ് എനിക്കുള്ളൂ. അപ്പോൾ ആ സബ്സ്ക്രൈബേഴ്സിലുള്ളവർക്ക് മറ്റുള്ളവരിൽ എത്തിക്കാൻ പറ്റിയാൽ അത്ര നല്ലത്. എൻ്റെ വീഡിയോ റീച്ച് ആക്കാനോ അല്ലെങ്കിൽ എൻ്റെ ചാനൽ റീച്ച് ആക്കാനോ ഞാൻ നോക്കുന്നതല്ല. എനിക്കിത് പറയണമെന്ന് തോന്നി, കാരണം പബ്ലിക്കലി ഇപ്പോൾ ഒരു മൈക്ക് കൊടുത്തണമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇല്ല, അപ്പോൾ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ പറയണമെന്ന് തോന്നിയിട്ട് എൻ്റെ ചാനലിൽ പറയുന്നതല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ചെയ്യുക. ആൻഡ് നമ്മുടെ കുട്ടികളെ ഒരിക്കലും ഒരു സൈക്കോ ആക്കി മാറ്റാതിരിക്കുക, അല്ലെങ്കിൽ ഒരു ഈ
സെക്സ് ലൈവോ അല്ലെങ്കിൽ സെക്സ് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇത് ഉണ്ടാക്കുക. അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാൻ വേണ്ടി പഠിപ്പിക്കുക മെയിനായിട്ട്. ഇപ്പോൾ നമുക്കൊരു അമ്മയുണ്ട്, കൂട്ടുകാരുണ്ട്, കൂട്ടുകാരിയുണ്ട്. ഇപ്പോൾ ജിമ്മിലായാൽ പോലും ഞാൻ ജിമ്മിൽ പോകുന്നതാണ്. ഇപ്പോൾ ജിമ്മിൽ പോയാൽ പോലും നമ്മൾ ചില പയ്യന്മാർ കൂടാറുണ്ട്. കൂടിയിട്ട് വന്നിട്ട് നമ്മളെ കൂടെ നിൽക്കുന്ന പെൺകുട്ടികളെ കാണുന്നത് ചേച്ചിയെ വിളിച്ചുകൊണ്ട് നിന്നിട്ട് അതിനെ തന്നെ ഇന്നയ്ക്കൊരു പൊടി എന്ന രീതിക്ക് നടക്കുന്ന മൈരന്മാർ വേറെയുണ്ട്. ഞാൻ പറയുന്നില്ല, ആ മൈരന്മാരും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവന്മാരെയൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം നമ്മൾ പിന്നെ ഒരു കുട്ടിയുടെ അടുത്ത് മിണ്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് പ്രായം കാരണം ഞാനൊരു കൊച്ചിൻ്റെ അടുത്ത് മിണ്ടിയാൽ തന്നെയും എന്തോ വേറൊരു കോളങ്ങിയാണ് പറഞ്ഞത്. അപ്പോൾ നീ അങ്ങനെയാണല്ലോടാ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാനൊക്കെ ആ കുട്ടിയുടെ അടുത്ത് മിണ്ടുന്നത് തന്നെ നിർത്തി. കാരണം അവർ നമ്മളെ കാണുന്നത് ആ രീതിക്കായിരിക്കും, മനസ്സിലായില്ലേ? ഇപ്പോൾ ഇവർക്ക് ഓരോരുത്തർക്കും പെഡോഫിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ടേംസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിക്കുണ്ട്. അപ്പോൾ നമുക്ക് ആർക്കും ഉപദേശിക്കാൻ പോലും പോകാൻ പറ്റത്തില്ല. നമ്മൾ ഓവറായിട്ട് ഉപദേശിച്ച് കഴിഞ്ഞാൽ വേറെ രീതിക്കാണ്, ഉപദേശിക്കാതിരുന്നാലും വേറെ രീതിക്കാണ്. ഇപ്പം നീ വേറെ തന്നെ വിളിച്ച് പറയുകയാണെങ്കിൽ തന്ത വൈബ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഉപദേശിക്കാൻ പോയി കഴിഞ്ഞാൽ പക്കൊക്കെ നമുക്ക് അതായത് 90s കിട്ടുന്ന കൂടുതൽ പേരും തന്ത വൈബാണ്. ആ ടൈം നമ്മൾ കൂടുതൽ കെയറിങ് കാണിച്ചു കഴിഞ്ഞാൽ അത് വേറെ രീതിക്കാവും, നീ ഗേ ആണ്. അപ്പോൾ ആക്ച്വലി ഒരു ടേം ഇല്ല. ഇപ്പോൾ ഈ ജെൻസിക്ക് ഇപ്പുറത്തോട്ട് വരുന്നവർക്ക് ഒരു ടേംസ് ഇല്ല. നമ്മളെ ഒരുപാട് എന്താ പറയുക കാര്യങ്ങൾ പറയുന്നുണ്ട് അവന്മാരാടിയത്. പുതിയ വേർഡ്സ് കണ്ടുപിടിക്കുന്നുണ്ട്, പുതിയ മീനിങ് കണ്ടുപിടിക്കുന്നുണ്ട്. ബ്രദർഹുഡിനെ പോലും കുറച്ച് നാൾ നമ്മൾ കൂടുതലായിട്ടൊരു ബ്രദർഹുഡ് കൊണ്ടുവന്നത് അവന്മാർ മൊത്തം 3 ഗേ ആണെന്ന് പറയും. അപ്പോൾ ഞങ്ങളൊരു 3-4 പേര് ഒരുമിച്ച് പണ്ടൊക്കെ പറഞ്ഞാൽ ഒരു റൂമിനകത്ത്, പണ്ടല്ല 90s കിഡ്സ് മൊത്തം ഒരു റൂമിനകത്ത് പയ്യന്മാർ കിടന്നുറങ്ങുന്നത്. അതിന് മുമ്പ് കുറച്ചുകൂടെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഫാമിലി ഫുള്ള് പെണ്ണും ആണും എല്ലാം ഒരു കുടുംബത്തിലുള്ള സകല കുട്ടികളും ഒരു ഒറ്റ റൂമിൽ കിടന്നുറങ്ങുക, ഒരു പുതപ്പിനടി കിടന്നുറങ്ങിയ ടീമുകൾ. പക്ഷെ ഇപ്പം അങ്ങനെ പറ്റത്തില്ല. ഇപ്പം അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ 14ാമത്തെ വയസ്സിൽ പിള്ളേർ പെറാൻ വേണ്ടിയിട്ട് വയറും കൊണ്ട് കിടക്കുക 14-15. അപ്പോൾ ഇതിനൊക്കെ ഒരു നല്ലൊരു രീതിക്ക് സെക്സ്വൽ എഡ്യൂക്കേഷനും ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ മുതിർന്നവർ തന്നെ മുൻകൈ എടുക്കണം. പിന്നെ നമ്മുടെ പോലീസ് നിയമം ഇതിനെ നല്ല രീതി, കാരണം സൈബറിലായിട്ട് ഇങ്ങനെ ഡീഫേക്സ് ഒക്കെ ഇറക്കിയ പൈസയ്ക്ക് വേണ്ടി വിൽക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അതിനെ തിരഞ്ഞുപിടിച്ച്, ഇപ്പോൾ ഈഗിളിനെ ഒറ്റയ്ക്ക് പോയി ഇത് തിരഞ്ഞുപിടിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഇത് ചെയ്യേണ്ട നമ്മുടെ നിയമവ്യവസ്ഥയാണ്. നിയമവ്യവസ്ഥ ഇതിന് കുറച്ചുകൂടെ മുൻകൈ എടുക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ ബാക്കി നാട്ടുകാർ ഇതിലിറങ്ങുക. കാരണം സ്വന്തം മകനെ കണ്ടുപിടിച്ച് അവന് മാനസിക രോഗമാണെന്ന് മാത്രം പറയരുത്. മാനസിക രോഗമല്ല അത് അവൻ്റെ ചുറ്റുപാടും അവനെ അമ്മയ്ക്കും അച്ഛനും സ്വന്തം മക്കളെ നോക്കാൻ സമയമില്ലാതെ അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുന്നുണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ കുറച്ച് സമയം നിങ്ങളുടെ ചിലവഴിക്കുക, കുട്ടികളോടൊപ്പം ചിലവഴിക്കുക. സ്ക്രീൻ ടൈം ഒഴിവാക്കുക. എൻ്റെ അഭിപ്രായത്തിൽ സ്ക്രീൻ ടൈം ഒഴിവാക്കിയാൽ ഒരു മേജർ ഇതായി മാറും. കാരണം ഫാമിലി ടൈം കൂടുമ്പോഴത്തേക്കും ഈ ഇങ്ങനത്തെയൊക്കെയുള്ള ഡിസ്ട്രാക്ഷൻസ് മാറും. അവർക്ക് കുറച്ചുകൂടെ ഈ ഇൻട്രോവേർട്ട് എന്ന് പറയുന്ന ആ ടേംസ് തന്നെ അങ്ങ് ഒഴിവാക്കി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. പണ്ടൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളെ കുടുംബക്കാരെല്ലാവരും ഒരുമിച്ച് ഓണത്തിന് അല്ലെങ്കിൽ എന്നാ ഒരുമിച്ച് കൂടുക എന്നൊരു ചിന്ത നമുക്കുണ്ടായിരുന്നു. ഇപ്പം അതില്ല. സോ എല്ലാവരും നട്ടിരിക്കുക. ഹാവ് എ ഹാപ്പി ലൈഫ്. സൈനിങ് ഓഫ്.